വയനാട് വെള്ളമുണ്ട പുളിഞ്ഞാലിൽ കാട്ടുപൂച്ചയുടെ ആക്രമണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം 4 പേർക്കാണ് പരിക്കേറ്റത്. എന്തായാലും കാട്ടുപൂച്ചയെ വനംവകുപ്പ് പിടികൂടിയിട്ടുണ്ട്. എം കമൽ വിവരങ്ങളുമായി ചേരുകയാണ്. കമൽ, പലതരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്ന വാർത്തകളൊക്കെയും. ഇതെപ്പോൾ എവിടെ വെച്ചാണ് ഈ കാട്ടുപൂച്ചയുടെ ആക്രമണം ഉണ്ടായത്? കാട്ടുപൂച്ചയെ പിടികൂടി ഇപ്പോൾ എങ്ങോട്ടേക്കാണ് മാറ്റിയത്? അക്ഷയ, ഇന്ന് വൈകിട്ടോടെയായിരുന്നു പുളിഞ്ഞാലിൽ ഈ കാട്ടുപൂച്ചയുടെ ആക്രമണം ഉണ്ടായത്. പുളിഞ്ഞാൽ എന്ന് പറയുന്നത് ബാണാസുര മലനിരകളുടെ താഴ്വരയിലുള്ള ഒരു പ്രദേശമാണ്. തൊട്ടടുത്ത് അത്ര തിക് ഫോറസ്റ്റ് ഒന്നും അത്രയും വലിയൊരു കാടൊന്നുമില്ല. മലമുകളിലേക്ക് കാടുണ്ടെങ്കിൽ കൂടി, പക്ഷേ ഈ കാട്ടുപൂച്ച സ്വാഭാവികമായും നാടിനോട് ചേർന്ന പ്രദേശങ്ങളിലും ചുറ്റിക്കാടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ജീവിയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് നേരെ കാട്ടുപൂച്ചയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സംഭവം മുമ്പൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് കാട്ടുപൂച്ച അബദ്ധത്തിൽ മുറിക്കകത്തേക്ക് കയറിയതാണ് എന്നാണ് കരുതുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ ഈ മുറിക്കകത്ത് കുടുങ്ങിയതോടെ അത് ആക്രമണകാരിയാവുകയായിരുന്നു. പിടികൂടാൻ വന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ആക്രമണം ഉണ്ടായി. അങ്ങനെയാണ് ഈ 4 പേർക്ക് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഏതെങ്കിലും ഗുരുതര സ്വഭാവമുള്ളതല്ല എന്നാണ് ആശുപത്രിയിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും കാട്ടുപൂച്ചയെ വനംവകുപ്പ് വലയിലാക്കി കൊണ്ടുപോയി വനത്തിൽ തുറന്നുവിടാനുള്ള തീരുമാനമാണ് ഉള്ളത്. എന്തായാലും പിടികൂടി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പുലി, കടുവ, കാട്ടുപോത്ത്, കാട്ടാന, കാട്ടുപന്നി, ഇപ്പോഴത്തെ കാട്ടുപൂച്ചയുടെ ആക്രമണമാണ്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വയനാട്ടിലാണ്